ദിവസം നീണ്ട OIC വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് അബുദാബിയിൽ പരിസമാപ്തിയായി. വിംഗ് കമാൻഡർ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയ പാകിസ്ഥാൻ നടപടിയെ സമ്മേളനം സ്വാഗതം ചെയ്തു. എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളെയും ചെറുക്കണമെന്നും OIC കരട് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കശ്മീർ വിഷയത്തിൽ OICയുടെ പ്രഖ്യാപിത നിലപാട് ഈ സമ്മേളനത്തിലും അവതരിപ്പിച്ചു. ശക്തവും ആരോഗ്യകരവുമായ പ്രഭാഷണമാണ് സുഷമ സ്വരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ വ്യക്തമാക്കി. OIC മന്ത്രിതല സമ്മേളനത്തിൽ ഇറാനെതിരെ രൂക്ഷ വിമർശനം. മേഖലയിൽ ഇറാൻ നടത്തുന്ന വംശീയ സ്വഭാവത്തിലുള്ള ഇടപെടലുകൾ അംഗീകരിക്കാൻ പറ്റില്ലെന്ന സമ്മേളന ഭാഗമായി പുറത്തിറക്കിയ അബുദാബി പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടി. 3 UAE ദ്വീപുകളിലെ ഇറാൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരിട്ടുള്ള ചർച്ചകളിലൂടെയോ അന്താരാഷ്ട്ര മധ്യസ്ഥത മുഖേനയോ പരിഹരിക്കണമെന്ന UAEയുടെ സമാധാനപൂർണമായ ആഹ്വാനത്തോട് ഇറാൻ ക്രിയാത്മകമായി പ്രതികരിക്കണമെന്ന് OIC ആവശ്യപ്പെട്ടു. യമനിലെ അംഗീകൃത സർക്കാരിന്റെ ഔദ്യോഗിക അഭ്യർത്ഥന പ്രകാരവും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് സൗദി അറേബ്യ നേതൃത്വം നൽകുന്ന അറബ് സഖ്യസേന യമനിൽ പ്രവേശിച്ചതെന്നും OIC വിലയിരുത്തി. യമൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയ്ക്ക് പുറമെ OICയുടെ സമ്പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. സിറിയൻ പ്രശ്നത്തിൽ ഒരു രാഷ്ട്രീയ പരിഹാരം ആവശ്യമാണെന്നും OIC അബുദാബി പ്രഖ്യാപനം അഭിപ്രായപ്പെട്ടു. ഫലസ്തീൻ, സിറിയ, യമൻ പ്രശ്നങ്ങളും OICയുടെ അബുദാബി പ്രഖ്യാപനത്തിൽ ഇടം കണ്ടെത്തി. അറബ് രാജ്യങ്ങളുടെയും മുസ്ലിം രാജ്യങ്ങളുടെയും മുഖ്യ വിഷയം തന്നെയാണ് ഫലസ്തീൻ പ്രശ്നം. കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കണം. ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേലിന്റെ എല്ലാ അതിക്രമങ്ങളെയും അപലപിക്കുന്നതായും OIC പ്രമേയം വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ മുയിനുദ്ദീനോടൊപ്പം MC നാസർ, മീഡിയ 1, അബുദാബി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട് ദുബായിൽ നിന്ന്. നാസർ, ഈ വിദേശകാര്യമന്ത്രിമാരുടെ OIC സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. എത്രത്തോളം ഇന്ത്യയെ സംബന്ധിച്ചോളം വിജയകരമായിരുന്നു ഈ സമ്മേളനം? സൈഫിൻ നിഫ്സ, നമുക്ക് അറിയാൻ സാധിക്കും, ഏതാണ്ട് 5 പതിറ്റാണ്ട് പിന്നിടുകയാണ് OIC നിലവിൽ വന്നിട്ട്. 1969 മുതൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടായ്മ വലിയ തോതിലുള്ള ഒരുപാട് പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ പോലും മുസ്ലിം ലോകത്തിന്റെ പൊതുവായ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാൻ തങ്ങൾ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് OIC നേതൃത്വം അബുദാബി സമ്മേളനത്തിലും വ്യക്തമാക്കിയത്. അതിന്റെ 46ാമത് മന്ത്രിതല സമ്മേളനത്തിലാണ് പിന്നിട്ട് 2 ദിവസങ്ങളിലായി പല തലങ്ങളിലുള്ള വിപുലമായിട്ടുള്ള ചർച്ചകളായിരുന്നു ഈ സമ്മേളനത്തിൽ നടന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇന്ത്യ പിന്നിട്ട ഒരു 50 വർഷമായി തന്നെ ആവശ്യപ്പെടുകയാണ് തങ്ങൾക്ക് കൂടി OICയിൽ പങ്കാളിത്തം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇന്തോനേഷ്യ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് തങ്ങൾക്ക് ഇതിൽ തങ്ങളുടെ സ്വരം കേൾപ്പിക്കാനുള്ള ഒരു അവസരം നൽകണമെന്ന് പല ഘട്ടങ്ങളിലും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഇന്നും അത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പായിട്ടില്ല. എങ്കിൽ പോലും ഇത്തവണ മുഖ്യ അതിഥിയായിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മാത്രമല്ല ഇന്ത്യയുടെ പൊതു താല്പര്യങ്ങളെ ഈ സമ്മേളനത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. മുസ്ലിം ലോകത്തിന്റെ പൊതുവായിട്ടുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരം ഈ സമ്മേളനത്തെ അറിയിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെയാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സുഷമ സ്വരാജ് തന്റെ പ്രസംഗത്തിൽ ഇതിലൂടെ നടത്താൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയ പിന്നിട്ട് ഒരു 10 കൊല്ലത്തോളമായി രൂപപ്പെടുത്തിയിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു നയതന്ത്ര ബന്ധമുണ്ട്. സാമ്പത്തിക നിക്ഷേപ മേഖലകൾക്കപ്പുറത്തേക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ മാനം കൂടിയുള്ള ആ ബന്ധത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു മികച്ച അംഗീകാരം കൂടിയായിട്ടാണ് ഈ OIC സമ്മേളനത്തിൽ ഇന്ത്യക്ക് ഒരു പ്രാതിനിധ്യം ലഭിച്ചത്. അതും അതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ 15 മിനിറ്റ് നേരം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് വലിയ ഒരർത്ഥത്തിലുള്ള വിജയമായി തന്നെയാണ് OIC നേതൃത്വം വിലയിരുത്തുന്നത്. ഇന്ന് UAEയുടെ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും അക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചരിത്രമാണ് OICയുമായിട്ടുള്ള അതിന്റെ ബന്ധത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇന്ത്യക്ക് വലിയ തോതിൽ തന്നെ ഗുണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു പരിസമാപ്തിയാണ് ഈ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഈടുറ്റതാക്കി മാറ്റാനുള്ള എല്ലാ നീക്കവും നടത്തുമെന്ന് കൂടി OIC നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മന്ത്രിതല സമ്മേളനം OIC മന്ത്രിതല സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇറാനെതിരെ രൂക്ഷ വിമർശനമാണ് ഈ സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ടത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ?
നമുക്കറിയാൻ സാധിക്കും സൈഫുന്നീസ സമീപകാലത്തുള്ള പ്രത്യേകിച്ച് യമൻ, സിറിയ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു ചേരിതിരിവ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാന കുറ്റവാളി എന്ന് ഗൾഫ് രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAEയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ നടത്തുന്ന പ്രത്യക്ഷമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഷിയ വിഭാഗത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള അവരെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ തിരിക്കുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് എന്ന ആ ഒരു കുറ്റപ്പെടുത്തലിന് കുറെ കൂടി OIC തലത്തിലുള്ള ഒരു വൈപുല്യം, ആ ഒരു തീരുമാനത്തിന് കുറെ കൂടി ആധികാരികത ലഭിച്ചു എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത. സമ്മേളനത്തിൻ്റെ അവസാനമായി പുറത്തിറക്കിയ അബുദാബി പ്രഖ്യാപനത്തിലും അത് പ്രധാനമായി തന്നെ പിന്നെ ഒരു 3 പേജുള്ള ആ പ്രസ്താവനയിൽ ഏതാണ്ട് നല്ലൊരു ശതമാനം തന്നെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തി കടന്നുകൊണ്ടുള്ള അവരുടെ ഇടപെടൽ, ആ ഇടപെടൽ വിവിധ രാജ്യങ്ങളിൽ സിറിയയിലാവട്ടെ, യമനിലാവട്ടെ, അല്ലെങ്കിൽ ജോർദാനിലാവട്ടെ, അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെയും ഈ ഇടപെടൽ വളരെ പ്രതിലോമപരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ഇറാൻ മാറി നിൽക്കേണ്ടതുണ്ട്, വിട്ടു നിൽക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ പിന്നെ ഈ മേഖലയെ കൂടുതൽ കലുഷിതമാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ പിന്നെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് തന്നെ രംഗത്ത് വരേണ്ടതുണ്ട് എന്നാണ് സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈർ ഉൾപ്പെടെയുള്ള പിന്നെ നേതാക്കൾ, മന്ത്രിമാർ ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇറാൻ വിരുദ്ധ നിലപാടിന് കുറെ കൂടി ആധികാരികതയും വ്യാപ്തിയും വരുന്നു എന്നുകൂടി ഈ സമ്മേളനത്തിൽ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അബുദാബിയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സൈഫുന്നീസ. വിവരങ്ങളാണ് ദുബായിൽ നിന്നും MC നാസർ നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിലെ വിദേശി തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവുള്ളതായി സർവേ റിപ്പോർട്ട്. തൊഴിൽ പോർട്ടലായ byte.com പുറത്തുവിട്ട പേറോൾ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിദേശ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പള ശരാശരിയിൽ 26% ഇടിവുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. 2018 കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് byte.com സർവേ ഫലം പ്രസിദ്ധീകരിച്ചത്. ഇതനുസരിച്ച് കുവൈത്തിലെ വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിൽ 27.73% കുറവാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടായത്. 34.21% സൗദി വിദേശി തൊഴിൽ ശേഷിയിലുണ്ടായ കുറവ്. UAEയിൽ ഇത് 26.74%, ബഹ്റൈനിൽ 25.18%, ഒമാനിൽ 25.2%. ഖത്തർ ഒഴികെയുള്ള ഗൾഫ് നാടുകളിലുള്ള തൊഴിലാളികൾക്കിടയിലായിരുന്നു സർവേ. പാശ്ചാത്യർ, അറബികൾ, ഏഷ്യക്കാർ എന്നിങ്ങനെ തൊഴിലാളികളെ വർഗീകരിച്ചാണ് സർവേ നടത്തിയത്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പള ശരാശരിയിൽ സൗദിയാണ് മുന്നിൽ. പ്രതിമാസം $8,560 സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളിക്ക് ലഭിക്കുന്ന ശരാശരി വേതനം. സൗദിയിൽ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും മികച്ച വേതനം ലഭിക്കുന്നു എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും ശരാശരി കണക്കിൽ സൗദിയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും മാത്രമാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നതെന്നും byte.com എംപ്ലോയർ സൊല്യൂഷൻ വൈസ് പ്രസിഡന്റ് സുഹൈൽ മസ്രി പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഖത്തറിലെ സ്വകാര്യ സ്കൂളുകളിലെ ഫീസ് വർധനയ്ക്കുള്ള വ്യവസ്ഥകൾ കർശനമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം. സർക്കാർ നൽകുന്ന സബ്സിഡികൾ കൂടാതെ ക്യാമ്പസുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ സ്വകാര്യ സ്കൂളുകൾ സ്വന്തം നിലയ്ക്ക് മുൻകൈയെടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്വകാര്യ സ്കൂൾ ലൈസൻസിംഗ് വിഭാഗം തലവൻ ഹമദ് അൽ ഗാലിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മന്ത്രാലയം മുന്നോട്ട് വെക്കുന്ന കർശന വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇനി മുതൽ ഫീസ് വർദ്ധിപ്പിക്കാൻ സ്വകാര്യ സ്കൂളുകൾക്ക് അനുമതി നൽകുകയുള്ളൂ. ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും പഠനാന്തരീക്ഷവും കാര്യക്ഷമമാണെന്ന് സ്കൂൾ മാനേജ്മെന്റുകൾ ഉറപ്പുവരുത്തണം. വെള്ളം, വൈദ്യുതി തുടങ്ങിയവയ്ക്ക് സർക്കാർ നൽകി വരുന്ന സബ്സിഡികൾക്ക് പുറമെ തന്നെ ക്യാമ്പസുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾ സ്വന്തം നിലയ്ക്ക് മുൻകൈയെടുക്കണം. മന്ത്രാലയം നടപ്പാക്കുന്ന നിയമങ്ങൾ സ്വകാര്യ സ്കൂളുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രത്യേകം പരിശോധനകൾ നടത്തും. അടുത്ത അധ്യയന വർഷം ഫീസ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സ്കൂളുകൾ നേരത്തെ മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും 28 സ്കൂളുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മറ്റു കാരണങ്ങളാലും മിക്ക സ്കൂളുകളുടെയും ആവശ്യം മന്ത്രാലയം തള്ളുകയായിരുന്നു. മീഡിയ 1, ദോഹ. കുവൈത്തിൽ സന്നദ്ധ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ള പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതാണ് പുതിയ നിബന്ധനകൾ. ഇതുമായി ബന്ധപ്പെട്ട കരട് നിയമം തയ്യാറായെന്ന് സാമൂഹ്യക്ഷേമകാര്യ മന്ത്രാലയം അറിയിച്ചു. തീവ്രവാദ സംഘങ്ങൾക്ക് പണമെത്തുന്നത് തടയാനാണ് ചാരിറ്റി സംഘടനകൾക്ക് ശക്തമായ നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തുന്നത്. പുതിയ നിയമനിർമ്മാണം സംബന്ധിച്ച ചർച്ച ബന്ധപ്പെട്ട പാർലമെന്റ് സമിതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കരട് നിയമത്തിന് പാർലമെന്റിൽ അംഗീകാരം ലഭിച്ച ശേഷം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടും. സന്നദ്ധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകർക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിലായിരിക്കും പുതിയ നിയമനിർമ്മാണമെന്ന് തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.
സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സംഘടനകൾക്ക് മാത്രമാണ് ധനസമാഹരണത്തിന് അനുമതിയുള്ളത്. മന്ത്രാലയം നൽകിയ പ്രത്യേക അനുമതി കാർഡ് കൈവശമില്ലാതെ പണപ്പിരിവ് നടത്തുന്നത് നിയമലംഘനമാണ്. കേനറ്റ് വഴിയോ ഓൺലൈൻ മണി ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗപ്പെടുത്തിയോ അല്ലാതെ ആളുകളിൽ നിന്ന് പണം നേരിട്ട് സ്വീകരിക്കാൻ പാടില്ല. അനുമതിയില്ലാതെ പള്ളികൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവിടങ്ങളിൽ ധനസമാഹരണം നടത്തുന്നത് നിയമലംഘനമാണ്. സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടെ 30% സന്നദ്ധ സംഘടനകൾക്ക് അധികൃതർ വിലക്കേർപ്പെടുത്തിയിരുന്നു. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സൗദിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേക ഇനം വിസ നൽകാൻ തീരുമാനമായി. മന്ത്രിസഭ അംഗീകരിച്ചതനുസരിച്ചാണ് ഇവന്റ് വിസ ആരംഭിക്കുന്നത്. പരിപാടികളുടെ സംഘാടകർ, വിദേശകാര്യ മന്ത്രാലയം, നാഷണൽ ഡാറ്റാ സെന്റർ എന്നിവയുമായി സഹകരിച്ചാണ് വിസ അനുവദിക്കുക. സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയെക്കുറിച്ച് 2 മാസം മുൻപ് മുൻകൂട്ടി വിദേശകാര്യ മന്ത്രാലയത്തിനും നാഷണൽ ഡാറ്റാ സെന്ററിനും വിവരം നൽകിയിരിക്കണം. ഇതനുസരിച്ചാണ് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി വിദേശ എംബസികളിൽ നിന്ന് വിസ നൽകാൻ സംവിധാനം ഒരുക്കുക. വിദേശത്തെ എംബസികളിൽ അപേക്ഷ ലഭിച്ചാൽ 24 മണിക്കൂറിനകം വിസ അനുവദിക്കും. മറ്റ് സന്ദർശന വിസകൾക്ക് ബാധകമായ ഫീസ് ഇവന്റ് വിസയ്ക്കും ബാധകമായിരിക്കും. ആഭ്യന്തരം, വാണിജ്യം, നിക്ഷേപം, സാംസ്കാരിക മന്ത്രാലയങ്ങൾ, ദേശസുരക്ഷാ അതോറിറ്റി, സൗദി ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ദേശീയ സ്പോർട്സ് അതോറിറ്റി, ദേശീയ വിനോദ അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് വിസ നടപടികൾ ലളിതമാക്കാനും പദ്ധതിയുണ്ട്. ഈ രംഗത്തുള്ള പ്രതിസന്ധികളെക്കുറിച്ച് 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും വിദേശകാര്യ മന്ത്രാലയത്തോട് മന്ത്രിസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. അസർ പുള്ളിയിൽ, മീഡിയ വൺ, റിയാദ്. സൗദി തുറമുഖങ്ങളിലെ ചരക്ക് നീക്ക സംവിധാനങ്ങളുടെ വികസനവും നവീകരണവും ലക്ഷ്യമിട്ട് മാരിടൈം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 11, 12 തീയതികളിൽ റിയാദിൽ വെച്ചാണ് കോൺഗ്രസ് ചേരുക. ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന രാജ്യത്തു നിന്നുള്ള പ്രമുഖ കമ്പനികൾ കോൺഗ്രസിൽ പങ്കെടുക്കും. സൗദി തുറമുഖ അതോറിറ്റിയും സൗദി കസ്റ്റംസും ചേർന്നാണ് മാരിടൈം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായി ഈ മേഖലയിൽ നടപ്പിലാക്കുന്ന നവീന സംവിധാനങ്ങളുടെയും ആശയങ്ങളുടെയും ഭാഗമായി കൂടിയാണ് കോൺഗ്രസ്. രാജ്യത്തെ പ്രമുഖ കമ്പനികളായ ബഹരി, സൗദി അരാംകോ, തുറമുഖ വകുപ്പ് തുടങ്ങിയവർ ഈ രംഗത്തെ അത്യാധുനികവും നൂതനവുമായ സംരംഭങ്ങൾ അവതരിപ്പിക്കും. രാജ്യത്തെ തുറമുഖങ്ങളിലൂടെയുള്ള ചരക്ക് ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തി അത് മുഖേന രാജ്യാന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് മാരിടൈം കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് സൗദി കസ്റ്റംസ് അതോറിറ്റി മേധാവി അഹമ്മദ് അൽ ഹക്ബാനി പറഞ്ഞു. രാജ്യത്തെ ചരക്ക് ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തി അതുവഴി സൗദി അറേബ്യയെ ലോകതലത്തിലുള്ള ചരക്ക് നീക്ക മേഖലയാക്കി മാറ്റുന്നതിന്റെ ഭാഗമാണ് മാരിടൈം കോൺഗ്രസ് എന്ന് ബഹരി സിഇഒ അബ്ദുള്ള അൽ ദുബൈക്കിയും പറഞ്ഞു. എണ്ണവാതക കയറ്റുമതി മേഖലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ വളർത്തുന്നതിനും ഈ മേഖലയിൽ കടുത്ത മത്സരം സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സൗദി അരാംകോ പദ്ധതികൾ ആവിഷ്കരിക്കുക. മീഡിയ വൺ, ദമ്മാം. ജിദ്ദയിലെ വിവിധ പ്രദേശങ്ങളിൽ പുതുതായി ഫാക്ടറികൾ ആരംഭിക്കുമെന്ന് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 60 ഫാക്ടറികളാണ് ആരംഭിക്കുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് 75ാം വാർഷികാഘോഷ വേദിയിൽ ചേംബർ വ്യവസായ ബോർഡ് വിഭാഗം മേധാവി ഇബ്രാഹിം ബാറ്റർജിയാണ് പുതിയ പ്രഖ്യാപനം നടത്തിയത്. വ്യവസായ മേഖലയിൽ നേതാക്കൾക്കുള്ള പ്രതീക്ഷ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിദ്ദ നഗരസഭയുമായും സൗദി വ്യവസായ സ്ഥാപന ജംഗമ അതോറിറ്റിയുമായും സഹകരിച്ചായിരിക്കും ഫാക്ടറികൾ ആരംഭിക്കുക. നിലവിലെ വ്യവസായ മേഖലകളിൽ നിന്നും മാറി ജിദ്ദയിലെ വിവിധ ജില്ലകളിൽ അനുയോജ്യമായ സ്ഥലങ്ങളിലായിരിക്കും പുതിയ ഫാക്ടറികൾ. നിശ്ചിത അളവുകളിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിലായിരിക്കും ഇവയുടെ നിർമ്മാണം. ആദ്യഘട്ടത്തിൽ ഓരോ ജില്ലകളിലും 2 വീതം 30 ജില്ലകളിലായി 60 ഫാക്ടറികളാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ഫാക്ടറികളിലും 30 വീതം തൊഴിലവസരങ്ങൾ ഉണ്ടാവും. പ്രധാനമായും സ്വദേശി വനിതകൾക്ക് തൊഴിലവസരം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ മുതലായവയാണ് ഫാക്ടറികളിലൂടെ ഉൽപ്പാദിപ്പിക്കുക. പുതിയ തീരുമാനത്തെ വ്യവസായ രംഗത്തെ പ്രമുഖർ സ്വാഗതം ചെയ്തു. പരമ്പരാഗത വ്യവസായികൾക്കപ്പുറം ഈ രംഗത്തേക്ക് കടന്നുവരാൻ പുതുതലമുറയിലെ യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം അനിവാര്യമാണെന്നും സെമിനാറിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. മനുഷ്യവിഭവ ശേഷിക്കുറവ്, എണ്ണമേഖലയിലെ നിരക്ക് വർധന, അപ്രതീക്ഷിതമായി നിലവിൽ വരുന്ന തീരുമാനങ്ങൾ തുടങ്ങിയവ വ്യവസായ മേഖലയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നതായും ചിലർ പങ്കുവച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ വൺ, ജിദ്ദ. സൗദിയിൽ ഇന്ത്യൻ എംബസിക്ക് കീഴിൽ പാസ്പോർട്ട് സേവനങ്ങൾ ഓൺലൈൻവൽക്കരിച്ചത് അപേക്ഷകർക്ക് കൂടുതൽ സൗകര്യപ്രദമായി. ഈ പുതിയ സംവിധാനം വഴി അപേക്ഷകർക്ക് പാസ്പോർട്ട് ഉടൻ ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. നിരവധി പേർ സേവനം ഉപയോഗപ്പെടുത്തി തുടങ്ങി. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനുമുള്ള അപേക്ഷകളാണ് ഇന്നലെ മുതൽ ഓൺലൈൻ വഴി സ്വീകരിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് വഴി പൂരിപ്പിച്ച അപേക്ഷയുടെ പകർപ്പുകളുമായി ആവശ്യമായ രേഖകളുമായി അതാത് സെന്ററുകളെ സമീപിക്കുന്നതാണ് പുതിയ രീതി. മറ്റു നടപടികളിലൊന്നും വലിയ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ അപേക്ഷയിൽ പതിക്കുന്ന ഫോട്ടോയുടെ വലിപ്പത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓൺലൈനിലാണ്
എല്ലാ സബ്മിഷൻ എടുക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് സൗകര്യം കൂടുതൽ വരുത്തേ ഉള്ളൂ. ചാർജൊന്നും വ്യത്യാസമില്ല. പിന്നെ പഴയ കണക്ക് ഇത്ര താമസം വരത്തില്ല. ഇപ്പം ഒരാഴ്ചയാണ്. ഭാവിയിൽ അതിൽ 3-4 ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോട്ടോ 2x2 സൈസാണ്. നേരത്തെ ഉള്ള സൈസല്ല, സ്വല്പം കൂടെ വലിയ സൈസാണ്. അതുകൊണ്ട് 2x2 സൈസ് തന്നെ വേണം. അത് തന്നെ എടുക്കുന്നത്. എളുപ്പം ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധമാണ് വെബ്സൈറ്റ് സംവിധാനിച്ചിരിക്കുന്നത്. ആദ്യം embassy.passportindia.gov.in എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് ലോഗിൻ ചെയ്ത് അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അപേക്ഷ പൂർത്തീകരിക്കാവുന്നതാണ്. ശേഷം ഇതിന്റെ പ്രിന്റ് എടുത്ത് നിശ്ചിത സ്ഥലത്ത് ഫോട്ടോ പതിച്ച് ആവശ്യമായ രേഖകളും ഫീസുമായി പാസ്പോർട്ട് സെന്ററുകളെ സമീപിക്കാവുന്നതാണ്. മീഡിയ 1 ദമാം. കുവൈത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടെ വിദേശ വനിതകളുമായി വിവാഹത്തിന് അനുമതി തേടിയത് 1202 സ്വദേശികൾ. ഇതിൽ 260 പേർക്ക് മാത്രമാണ് ബന്ധപ്പെട്ട സമിതിയിൽ നിന്നും അനുമതി ലഭിച്ചത്. സുരക്ഷാ കാരണങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഭൂരിഭാഗം അപേക്ഷകളും അധികൃതർ നിരസിച്ചത്. 2010 കുവൈത്ത് പൗരന്മാരുടെ വിദേശ വനിതകളുമായുള്ള വിവാഹം നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക സമിതി നിലവിൽ വന്നത്. കുവൈത്തിന്റെ സാമൂഹ്യഘടന സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നീതിന്യായ മന്ത്രാലയത്തിന്റെയും ആവശ്യപ്രകാരമാണ് വിദേശികളുമായുള്ള സ്വദേശികളുടെ വിവാഹം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ചത്. സമിതി നിലവിൽ വന്ന് കഴിഞ്ഞ 9 വർഷത്തിനിടെ 1202 പൗരന്മാരാണ് വിദേശ വനിതകളെ വിവാഹം ചെയ്യാൻ അനുമതി തേടിയത്. ഇതിൽ 21% മാത്രമാണ് സമിതി അനുമതി നൽകിയത്. 515 പേരുടെ അപേക്ഷ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിയപ്പോൾ ബാക്കിയുള്ളവർ വിദേശ വനിതകളുമായി വിവാഹം കഴിക്കാനുള്ള തീരുമാനം രണ്ടാം ആലോചനയ്ക്ക് നൽകിയ സമയത്തിനിടെ സ്വയം ഉപേക്ഷിച്ചു. സുരക്ഷാ കാരണങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഭൂരിഭാഗം അപേക്ഷകളും അധികൃതർ നിരസിച്ചത്. കുവൈത്ത് പൗരന്മാർ കഴിഞ്ഞാൽ സർക്കാർ ജോലികളിലും മറ്റു ആനുകൂല്യങ്ങളിലും വിദേശികളുമായുള്ള വൈവാഹിക ബന്ധത്തിലുണ്ടായ മക്കൾക്കാണ് മുൻഗണന ലഭിക്കുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ വിനോദ മേഖലയിലൂടെ 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി. വിനോദ വ്യവസായ സ്വകാര്യ മേഖലയ്ക്ക് അനുയോജ്യമായതാണെന്നും ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സിഇഒ പറഞ്ഞു. സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് പ്രധാന നഗരങ്ങളിൽ പുതിയ വിനോദവേദികൾ ഉണ്ടാക്കാനും പദ്ധതിയുണ്ട്. വിനോദ വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയ്ക്ക് നിക്ഷേപം ഇറക്കാൻ അനുയോജ്യമായ പ്രദേശമാണ് ജിദ്ദയെന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സിഇഒ അമ്ര ബിൻ അഹമ്മദ് ബനജ പറഞ്ഞു. പുതിയ വിനോദ കായിക പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കും. ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 75ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിലെ വിനോദ പരിപാടികളിലൂടെയുള്ള വരുമാനം 30 ബില്യൺ റിയാലാകുമെന്നും 2030 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി നിയമനിർമ്മാണ സഭയാണെങ്കിലും എക്സിക്യൂട്ടീവ് അധികാരമില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വളർച്ചയ്ക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരും. സ്വകാര്യ കമ്പനികളുമായി പങ്കാളിത്ത വ്യവസ്ഥയിൽ ജിദ്ദ, ദമ്മാം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലായി 7 പുതിയ വിനോദവേദികൾ ഉണ്ടാക്കാൻ അതോറിറ്റി ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. ഹജ്ജിന്റെ കർമ്മ മേഖലകളിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഹാജിമാർ കല്ലേറ് കർമ്മം നിർവഹിക്കുന്ന ജംറയിൽ 5ാം നില നിർമ്മിക്കും. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. റിയാദിൽ നടന്ന ഫ്യൂച്ചർ പ്രോജക്ട് ഫോറത്തിലാണ് മക്ക പ്രവിശ്യ വികസന അതോറിറ്റി പദ്ധതികൾ അവതരിപ്പിച്ചത്. ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളിൽ കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കും. നിലവിൽ 4 നിലകളാണ് ഹാജിമാർ കല്ലേറ് കർമ്മം നിർവഹിക്കുന്ന ജംറയിലുള്ളത്. ഇത് 1 നില കൂടി ഉയർത്താനാണ് പദ്ധതി. മുകളിലെ ജംറ മലമുകളിലെ മിനാ തമ്പുകളുമായി ബന്ധിപ്പിക്കും. ഇതിലൂടെ ഒരേ സമയം 100 കണക്കിന് ഹാജിമാർക്ക് കല്ലേറ് കർമ്മം നിർവഹിക്കാനാവും. വിഷൻ 2030ന്റെ ഭാഗമായി തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പദ്ധതി. ഇതോടൊപ്പം മുസ്ദലിഫയിലെ ഹാജിമാർ തങ്ങുന്ന സ്ഥലങ്ങൾ വികസിപ്പിക്കുക, കൂടുതൽ ശുചീകരണ മുറികൾ നിർമ്മിക്കുക, തെരുവുവിളക്ക് സ്ഥാപിക്കൽ എന്നിവയും പദ്ധതിയിലുണ്ട്. 2022 വരെയുള്ള കാലയളവിൽ പുണ്യസ്ഥലങ്ങളിൽ മൊത്തം 300 കോടി റിയാലിന്റെ 24 വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് മക്ക വികസന അതോറിറ്റി ലക്ഷ്യമിടുന്നത്. സാബിത് സലീം, മീഡിയ 1 മക്ക. പരിസ്ഥിതി സംരക്ഷണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണെന്നും ഈ രംഗത്ത് ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും പ്രമുഖ ഖത്തരി പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ സെയ്ഫ് അൽ ഹാജിരി മൈൻഡ് ട്യൂൺ എക്കോ വേവ്സ് ദോഹയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മനം ശുദ്ധമാക്കാം, മണ്ണ് സുന്ദരമാക്കാം എന്ന പ്രമേയവുമായി മൈൻഡ് ട്യൂൺ എക്കോ വേവ്സ് നടത്തിവന്ന രാജ്യാന്തര ക്യാമ്പയിന്റെ സമാപനമായാണ് ദോഹയിൽ ഗ്ലോബൽ സമ്മിറ്റ് സംഘടിപ്പിച്ചത്. പ്രമുഖ ഖത്തരി പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ സെയ്ഫ് അൽ ഹാജിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി. പരിസ്ഥിതി സംരക്ഷണം രാജ്യത്തെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഖത്തറിലെ പ്രകൃതിയെയും മരുഭൂമിയിലെ ആവാസ വ്യവസ്ഥയും അടുത്തറിയാൻ മുഴുവൻ ആളുകളെയും രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു.
പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഏഴ് രാജ്യങ്ങളിലെ വിവിധ സമൂഹങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാരാണ് ചടങ്ങിൽ പ്രതിനിധികളായി എത്തിയത്. വേവ്സ് ഗ്രൂപ്പിന്റെ കലാപരിപാടികളും സംഗീത നിശയും ചടങ്ങിന്റെ മാറ്റുകൂട്ടി. എക്കോവേവ്സ് ഭാരവാഹികളായ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര, VC മഷൂദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. അർബുദത്തിനെതിരായ ബോധവൽക്കരണവും കർമ്മപരിപാടികളുമായി വിവിധ എമിറേറ്റുകളിൽ പ്രയാണം നടത്തിയ പിങ്ക് കാരവന് അബുദാബിയിൽ പരിസമാപ്തി. സ്ഥാനാർബുദ ക്യാൻസറിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സൗജന്യ പരിശോധനയും രോഗം മാറിയവരുടെ അനുഭവങ്ങളും പിങ്ക് കാരവന്റെ പ്രത്യേകതയായിരുന്നു. ഷാർജ ഭരണാധികാരി ഉദ്ഘാടനം ചെയ്ത പിങ്ക് കാരവന് വൻ സ്വീകരണമാണ് എല്ലാ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. യാത്രയിലെ അവസാന ഘട്ടം ആരംഭിച്ചത് റാസൽ കൈമയിൽ നിന്നായിരുന്നു. ഹയർ കോളേജസ് ഓഫ് ടെക്നോളജിയിൽ വൻ വരവേൽപ്പ് ലഭിച്ചു. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, ലുവർ മ്യൂസിയം എന്നിവിടങ്ങളിലും സംഘമെത്തി. റാസൽ കൈമ, സക്കർ, അബ്ദുള്ള ബിൻ ഒമ്രാൻ, അൽദൈദ് ആശുപത്രികൾ, റാക്ക് എക്കണോമിക് സോൺ എന്നിവിടങ്ങളിലും നൂറുകണക്കിന് പേർക്ക് സൗജന്യ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കി. മൊബൈൽ ക്ലിനിക്കുകളും പിങ്ക് കാരവന്റെ ഭാഗമായിരുന്നു. റാസൽ കൈമയിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 842 പേർ പരിശോധനയ്ക്ക് വിധേയരായി. ഇതിൽ 681 പേരും വിദേശികളാണ്. ഒരാഴ്ചത്തെ പ്രയാണത്തിനിടയിൽ 6000 പേർക്കാണ് സൗജന്യ പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കിയതെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. IMI സലാലയിൽ ഖുർആൻ മനപ്പാഠ പഠന കോഴ്സ് ആരംഭിച്ചു. അൽ ജാമിയ ലെക്ചറർ അബ്ദുള്ള മൻഹാമാണ് അന്നൂർ തൗഫീലുൽ ഖുർആന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. IMI ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് G സലീം സേട്ട് അധ്യക്ഷത വഹിച്ചു. സെന്ററിലെ പഠിതാക്കൾക്കുള്ള ഉപഹാരം അഹമ്മദ് കുഞ്ഞ്, റഹീം എന്നിവർ വിതരണം ചെയ്തു. ഖുർആനിലെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും പഠനാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഷജീൽ ബിൻ ഹസൻ, UA ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിൽ FC കേരള GCC കപ്പ് 2019 എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ISFFC ടീം ജേതാക്കളായി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ ടീമുകളെ പങ്കെടുപ്പിച്ച് FC കേരള സംഘടിപ്പിച്ച GCC കപ്പ് സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റിൽ ISFFC ടീം വിജയകിരീടം ചൂടി. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ KMCC FCയെ പരാജയപ്പെടുത്തിയാണ് ISFFC ടീം ജേതാക്കളായത്. 12ഓളം പ്രമുഖ ഫുട്ബോൾ ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. അടുത്ത വർഷം കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ച് GCC കപ്പ് സീസൺ 3 വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. GCC കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് വർഷത്തിനേക്കാൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഈ വർഷം നടത്താൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. വരുന്ന കാലങ്ങളിൽ നമ്മൾ നല്ല ഔട്ട്സൈഡ് ടീമിനിങ്ങിൽ കൊണ്ടുവന്നിട്ട് നല്ലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കാഴ്ചവെക്കാനാണ് നമ്മൾ FC കേരള തീരുമാനിച്ചിരിക്കുന്നത്. അൽ-അഹ്ലി ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം കാണാൻ നിരവധി സ്പോർട്സ് പ്രേമികൾ എത്തിയിരുന്നു. ക്യാമറ പേഴ്സൺ ആന്റണിയോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ.